നിങ്ങൾ ആയുധം താഴെ വെച്ച് കീഴടങ്ങും എങ്കിൽ നിങ്ങൾക്ക് സുരക്ഷയുണ്ട് എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, റഷ്യയുമായുള്ള യുദ്ധത്തിൽ റഷ്യയുടെ കൂക്സ് മേഖലയിലേക്ക് ഉക്രൈൻ ആയിരക്കണക്കിന് സൈന്യത്തെ അയക്കുകയും റഷ്യൻ പട്ടണങ്ങളും നിരവധി ഗ്രാമങ്ങളും കിലോമീറ്ററുകളോളം സ്ഥലങ്ങളും അവർ കൈവശപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ റഷ്യ പിന്നീട് നടത്തിയ പ്രത്യാക്രമണത്തിൽ ഈ സൈനികരിൽ 85% പേരും കൊല്ലപ്പെട്ടു എന്നും അവശേഷിക്കുന്നവർക്കെതിരെയുള്ള പോരാട്ടം അതിശക്തമാക്കി തുടരുകയാണ് എന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വെള്ളിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. അവശേഷിക്കുന്ന സൈനികരുടെ ജീവൻ പ്രധാനമാണെന്നും അവരെ രക്ഷിക്കണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുടിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു മറുപടിയായാണ് പുടിൻ ഉക്രൈൻ സൈന്യം ആയുധം താഴെ വെച്ച് കീഴടങ്ങിയാൽ അവർക്ക് സംരക്ഷണം നൽകാം എന്ന് വ്യക്തമാക്കിയത്. കൂക്സിലേക്ക് ഇടിച്ചു കയറിയ സൈന്യം സാധാരണക്കാരായ അനേകം പേരെ കൊന്നിട്ടുണ്ട്. ഇത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്. വലിയ യുദ്ധക്കുറ്റമായി തന്നെ റഷ്യ കണക്കാക്കുമെന്നും റഷ്യ അനുശാസിക്കുന്ന നിയമ നടപടികൾക്ക് ഈ സൈന്യവും ഉക്രൈന് വിധേയമാകണമെന്നും പുടിൻ വ്യക്തമാക്കി. ഞങ്ങൾ ലോകത്തിലെ മുൻനിര ആയുധങ്ങൾ നിർമ്മിക്കുന്ന രാജ്യമാണ്. ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയിൽ മികച്ചു നിൽക്കുന്നത്. വർഷങ്ങളായി അമേരിക്കൻ സൈന്യവും അമേരിക്കൻ ഉപകരണങ്ങളും ടെക്നോളജിയും തങ്ങൾ ഉക്രൈന് നൽകിയിട്ടും ഉക്രൈന് മേൽ റഷ്യ നേടിയ അഭൂതപൂർവമായിട്ടുള്ള ഈ ഒരു വിജയം തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും ട്രംപ് വ്യക്തമാക്കി. അവശേഷിക്കുന്ന ആയിരക്കണക്കിന് ഉക്രൈൻ സൈനികർക്ക് മേൽ റഷ്യ ആക്രമണം കടുപ്പിച്ചാൽ രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലയാകും കൂക്സിലേത് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏറ്റവും മികച്ച ആയുധവും ഏറ്റവും മികച്ച പരിശീലനവും ലഭിച്ച ഉക്രൈൻ്റെ സൈനിക വിഭാഗങ്ങളാണ് കൂക്സിലേക്ക് കടന്നു കയറിയിരുന്നത്. ഇവരെ എങ്ങനെ സമർത്ഥമായി റഷ്യ നേരിട്ടു എന്നും ട്രംപ് ആശ്ചര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. കൂക്സ് മേഖലയിലെ സഡസ് പട്ടണവും ഗ്രാമങ്ങളുമായിരുന്നു ഉക്രൈൻ കൈവശപ്പെടുത്തിയിരുന്നത്. നൂറുകണക്കിന് കിലോമീറ്ററുകൾ കൈവശപ്പെടുത്തിയതോടെ ഏതെങ്കിലും കാലത്ത് റഷ്യ ഒരു സമാധാന ശ്രമം നടത്തിയാൽ റഷ്യയോട് ഒരു വിലപേശൽ നടത്തി തങ്ങളുടെ രാജ്യത്തു നിന്നും റഷ്യൻ സൈന്യം പുറത്തു പോകണമെന്നും അങ്ങനെ പോയാൽ മാത്രമേ കൂക്സിൽ നിന്ന് തങ്ങളും പുറത്തു പോകൂ എന്ന് അവകാശം ഉന്നയിക്കുവാനായിരുന്നു സെലൻസ്കിയുടെ തീരുമാനം. ഇത് അദ്ദേഹം പലതവണ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരം വിലപേശലിന് മുൻപിൽ പതറാത്ത പുടിൻ ശക്തമായ തിരിച്ചടിക്ക് തന്നെ റഷ്യൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി. മാത്രമല്ല, ഒരു ചർച്ചക്കും ഇപ്പോൾ സ്ഥാനമില്ലെന്ന് പുടിൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. സൗദി അറേബ്യയുമായി നയതന്ത്ര തലത്തിൽ അമേരിക്കയും ഉക്രൈനും ഇപ്പോൾ ചർച്ചയുടെ വഴിയിലാണ്. ഇതിനിടെയാണ് റഷ്യ സമാധാന വഴിയിലേക്ക് വരാൻ തയ്യാറാവണമെന്ന് ട്രംപ് ആവർത്തിച്ചത്. എന്നാൽ പുടിൻ്റെ ഉക്രൈനിലെ താല്പര്യങ്ങൾ പൂർണ്ണമായി വിജയിച്ച ശേഷം മാത്രമേ അത്തരമൊരു ചർച്ചയ്ക്ക് പോലും റഷ്യ തയ്യാറാവുകയുള്ളൂ എന്ന അറിയിപ്പാണ് റഷ്യ നൽകിയത്. അതിനിടെ റഷ്യ ചർച്ചയ്ക്ക് താല്പര്യം പ്രകടിപ്പിച്ചെന്നുള്ള നിലപാട് ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു. ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണെന്നും എന്നാൽ ഉക്രൈൻ ആയുധം താഴെ വെച്ച് റഷ്യയുടെ നിയമാനുസൃത നടപടികൾക്ക് വിധേയമാവട്ടെ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് റഷ്യ. എടുത്തു പറയേണ്ട ഒന്ന്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സമാധാന ചർച്ചകൾക്കായി സെലൻസ്കിക്കൊപ്പം ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്താമെന്ന സെലൻസ്കിയുടെ മോഹങ്ങളും ഇതോടെ മങ്ങുകയാണ്. കൂക്സിൽ ഉക്രൈൻ സമ്പൂർണ്ണ പരാജയം നേരിട്ടാൽ അടുത്ത റഷ്യൻ നീക്കം ഉക്രൈനിൽ മാത്രം കേന്ദ്രീകരിച്ചാകും. അങ്ങനെ വന്നാൽ അത് ഉക്രൈൻ ചിന്തിക്കുന്നതിലും വലുതാകും. പുതിയ സാഹചര്യത്തിൽ ഉക്രൈന് അതെങ്ങനെ നേരിടാൻ കഴിയും എന്നതിൽ ഒരു വ്യക്തതയും ഇപ്പോഴവർക്കില്ല. മാത്രവുമല്ല, മുൻപ് അമേരിക്ക നൽകിയ ശക്തമായ പിന്തുണയും ഇപ്പോൾ ഉക്രൈനില്ല. ഈ അവസരം മുതലെടുക്കാൻ റഷ്യക്ക് നന്നായും അറിയാം. Waytonikah.com, the exclusive Muslim matrimonial site.